ചോദ്യം: സുബ്ഹ് നിസ്കാരത്തിൽ ഖുനൂത്ത് ഓതാൻ മറന്നു. സഹ്വിന്റെ സുജൂദ് ചെയ്തതുമില്ല. നിസ്കാരം സാധുവാകുമോ? ഉത്തരം: ഖുനൂത്ത് നിസ്കാരത്തിലെ പ്രധാന സുന്നത്താണ്. മറന്നാൽ സലാം വീട്ടുന്നതിന് മുമ്പ് സഹ്വിന്റെ സുജൂദ് ചെയ്യണം. അതും മറന്നാൽ സലാം വീട്ടിയ ഉടനെ ഓർമ്മ വന്നാൽ വീണ്ടും നിസ്കാരത്തിൽ പ്രവേശിച്ച് പ്രസ്തുത സുജൂദ് ചെയ്യാവുന്നതാണ്. സഹ്വിന്റെ സുജൂദ് ഉപേക്ഷിച്ചാൽ നിസ്കാരത്തിന് തകരാറൊന്നുമില്ല. പൂർണ്ണ പ്രതിഫലം ലഭിക്കുകയില്ലെന്നേയുള്ളൂ. ചോദ്യം: തലമുടി കെട്ടി നിസ്കരിക്കുന്നതിൽ തെറ്റുണ്ടോ? നിസ്കാരം ശരിയാവില്ലെന്ന് കേൾക്കുന്നത് സത്യമാണോ? ഉത്തരം: നിസ്കാരം ശരിയാവുമെങ്കിലും തലമുടി കെട്ടിവെച്ച് നിസ്കരിക്കുന്നത് പുരുഷന്മാർക്ക് കറാഹത്താണ്. സ്ത്രീകൾക്ക് കറാഹത്തില്ല. ചോദ്യം: നിസ്കാരത്തിൽ കോട്ടുവായി ഇട്ടാൽ എന്താണ് വിധി? ഉത്തരം: കോട്ടുവായി തുമ്മൽ പോലോത്തതുകൊണ്ട് രണ്ടക്ഷരമോ അല്ലെങ്കിൽ അർത്ഥമുള്ള ഒരക്ഷരമോ വെളിവാകാത്തപ്പോൾ നിസ്കാരം ബാത്തുലാവുകയില്ല. കഴിയുന്നതും ഇവ നിയന്ത്രിക്കേണ്ടതാണ്. ചോദ്യം: നിസ്കരിക്കുമ്പോൾ അത്തഹിയാത്ത് ഓതുന്ന സ്ഥാനത്ത് ഫാത്തിഹയോ മറ്റോ ഓതിപ്പോയാൽ നിസ്കാരം ബാത്തുലാകുമോ? ഉത്തരം: സലാം, തക്ബീറത്തുൽ ഇഹ്റാം എന്നിവയല്ലാതെ ഖൗലിയായ ഫറളുകളെ അതിൻ്റെ സ്ഥാനമല്ലാത്ത മറ്റു സ്ഥാനങ്ങളിൽ മറന്നോ കരുതിയോ ചൊല്ലിയാൽ നിസ്കാരം ബാത്തുലാവുകയില്ല. പക്ഷേ സഹ്വിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. ചോദ്യം: നിസ്കരിക്കുമ്പോൾ അറിയാതെ കഫം വയറ്റിലേക്ക് ഇറങ്ങിപ്പോയാൽ നിസ്കാരം ബാത്തിലാകുമോ? ഉത്തരം: അറിയാതെ ഇറങ്ങിപ്പോയാൽ ബാത്തിലാവുകയില്ല. ചോദ്യം: ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ അറിയാതെ വയറ്റിലേക്ക് ഇറങ്ങിപ്പോയാൽ നിസ്കാരം ബാത്തുലാകുമോ? ഉത്തരം: പല്ലും വായയും ശരിക്കും വൃത്തിയാക്കിയതിന് ശേഷം അറിയാതെ ഇറങ്ങിപ്പോയതാണെങ്കിൽ ബാത്തിലാവുകയില്ല. ചോദ്യം: മൂത്രിച്ചാൽ ഇസ്തിബ്ര ചെയ്യാറുണ്ട്. എത്ര ശ്രമിച്ചിട്ടും മൂത്രം ഒഴിവാക്കിയാലും ചിലപ്പോൾ നിസ്കരിക്കുമ്പോഴോ അതിനുശേഷമോ ഒന്നോ രണ്ടോ തുള്ളി ഉറ്റുന്നു. എന്തു വേണം? നിസ്കാരം മടക്കണമോ? ഉത്തരം: നിസ്കാരത്തിലാണുറ്റിയതെങ്കിൽ ശൗച്യം ചെയ്ത് വസ്ത്രം വൃത്തിയാക്കി ഉളു എടുത്ത് നിസ്കാരം മടക്കണം. നിസ്കാരത്തിന് ശേഷമാണെങ്കിൽ ശൗച്യം ചെയ്ത് വൃത്തിയാക്കിയാൽ മതി. നിസ്കാരം മടക്കേണ്ടതില്ല. ചോദ്യം: ആനക്കൊമ്പ് കൊണ്ട് പിടി ഉണ്ടാക്കിയ കത്തി ദേഹത്തിലുണ്ടായിരിക്കെ നിസ്കരിച്ചാൽ സാധുവാകുമോ? ഉത്തരം: ആനക്കൊമ്പ് മുതലായ നജസായ സാധനം ചുമന്ന് നിസ്കരിച്ചാൽ സഹീഹാവുകയില്ല. ചോദ്യം: കെട്ട കോഴിമുട്ട കീശയിലിട്ട് നിസ്കരിച്ചാൽ നിസ്കാരം സ്വഹീഹാകുമോ? ഉത്തരം: കെട്ട കോഴിമുട്ട നജസാണ്. അത് ചുമന്ന് നിസ്കരിച്ചാൽ നിസ്കാരം സാധുവാകുന്നതല്ല.